പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഏറ്റവും കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്, അതായത് എൽദോ ആണ് നമ്മുടെ വിശിഷ്ടാതിഥി. നമസ്കാരം എൽദോ. എങ്ങനെയായിരുന്നു ആദ്യമേ തന്നെ നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതിന്റെ ഒരു അനുഭവം പറയാമോ? ഓക്കെ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് തികച്ചും ആത്മഹത്യാപരമാണെന്നാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. പക്ഷെ നമ്മള് സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ലയൺ സിനിമയിലെ പോലെ വിജയിക്കുക എന്നൊക്കെ ഉള്ളത് അബ്സല്യൂട്ട് സിനിമയായിരിക്കും, അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഞാൻ ഒരു 20-25 ദിവസം ആണ് ആക്റ്റീവായിട്ട് പ്രചരണത്തിനായിട്ട് ഉണ്ടായത്. ഫെബ്രുവരി 27-ാം തീയതിയാണ് ഞങ്ങൾ ഒഫീഷ്യലി ഒരു ടീമായിട്ട് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതും ആദ്യത്തെ ഞങ്ങളുടെ പദ്ധതിനെ സോഷ്യൽ മീഡിയയിലൂടെ വിഭാവനം ചെയ്യുന്നത്. പക്ഷെ അതിനിങ്ങടേക്ക് ശേഷം തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്, മോശം അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷ എനിക്ക് കാണാനായിട്ട് പറ്റി. ഈ ഇലക്ഷൻ മെഷീനറിയുടെ ഭാഗമായി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കാണുമ്പോൾ എന്നെ മാത്രമാണ് കാണുന്നുള്ളൂ, പക്ഷെ എന്റെ പുറകിൽ ഒരു ടീമിന് തന്നെ ഉണ്ട്. ഏകദേശം ഞങ്ങളൊരു 10 പേരടങ്ങുന്ന പ്രോപ്പർ മാർക്കറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ബിൽഡിംഗ് ആയിട്ട് തന്നെ ഞങ്ങൾ പ്രൊഫഷണലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ചെറുപ്പക്കാര് ഇലക്ഷന് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു, അപ്പൊ അവരത് വളരെ സിമ്പിൾ ആയിട്ടാണ്, ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവിടെ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു 29 വയസ്സുകാരൻ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ, ഒരു പാർട്ടിയുടെ പശ്ചാത്തലം ഇല്ലാതെ നിൽക്കുമ്പോൾ ആളുകളുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കില്ല എന്ന് തന്നെയാണ് ആളുകൾ എപ്പോഴും പറയാം. പക്ഷെ അവിടെ നിന്നും എന്തുകൊണ്ട് ഇവനെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിലേക്കെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നല്ല, 1562 വോട്ടുകളാണ് ഈ കടുത്ത കോൺഗ്രസ് തരംഗത്തിനിടയിൽ നമുക്ക് നേടാനായത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സ്വതന്ത്രരുണ്ട്. ഇപ്പോ അതിലൊരു വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ ഇത്രയും അതായിട്ടുള്ള വോട്ട് നേടി കുറച്ച് അപരന്മാരായിക്കോട്ടെ, കുറച്ച് പേര് വോട്ട് കിട്ടിയിട്ടുണ്ട്, എന്നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഒരു റിയൽ സ്വതന്ത്രനായിട്ട് വന്നിട്ട് വോട്ട് കിട്ടിയത് ഞാനാണെന്നാണ് ബാക്കിത്തെ എല്ലാവരും അവകാശപ്പെടുന്നത്. ഞാനെന്നല്ല, ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നും കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർ വരികയും അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയും, ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് പെരുമ്പാവൂരിന്റെ എല്ലാ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അവിടുത്തെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എല്ലാത്തിനെ പറ്റിയും, ഈവൻ പ്ലൈവുഡ് മേഖലയിൽ ഇത് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ ഞങ്ങൾ ഒരു സയന്റിഫിക് എക്സാം നടത്തിയിട്ടാണ് ഞങ്ങളുടെ ഇലക്ഷൻ മിഷനറി തന്നെ ഞങ്ങൾ ഓൺ ആക്കിയത്. അപ്പോ ഇതൊരിട്ടും കുട്ടിക്കളിയല്ല, അതിന്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടി തന്നെയാണ് കണ്ടത്. അതിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടി. ഇപ്പൊ പലരും പല സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് നേടിയെടുത്തത്, ആരാണ് നിങ്ങളുടെ PR ടീം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സക്സസ് അല്ല, പിന്നെ കൂട്ടായ ഒരു ടീം വർക്കാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ടീമിന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഈവൻ 4 പഠിക്കുന്ന പയ്യൻ തൊട്ട് നമ്മുടെ ടീമിലുണ്ട്. ഇപ്പൊ എന്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 7 പഠിക്കുന്ന വിവേകാനന്ദരാം, ആൽവിനീപ്പനും ജെറോം ഒക്കെയാണ്. അപ്പോ എന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അത്തരത്തില് ചെറിയ കുട്ടികൾ പോലും അത്ര ക്രിട്ടിക്കലായിട്ട് പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇനി അടുത്തതായിട്ട്, അതായത് നമ്മൾ കണ്ടു കേരളത്തില് ഇപ്പൊ ഒരു കോൺഗ്രസ് തരംഗം തന്നെയാണ് വന്നിരിക്കുന്നത്. CPM നമുക്ക് തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ ഇത്രയ്ക്കും ഒരു തോൽവി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായിരിക്കും ഇത്രയ്ക്കും ഒരു തോൽവിയുടെ കാരണമായിട്ട് തോന്നുന്നത്? ഒരു സ്വന്തം സ്ഥാനമായിട്ട് മത്സരിച്ചതും കൂടിയാണ്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്തായിരിക്കും ഇങ്ങനെ ഒരു ജനവികാരം, ഇങ്ങനെ ഇത്രയ്ക്കും ഒരു തോൽവി, വല്ലാത്തൊരു തോൽവിയിലേക്ക് കൊടുക്കാൻ കാരണം എന്തായിരിക്കും? അല്ല, ഇത് ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. പിന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ അവർ നന്നായിട്ട് മാനേജ് ചെയ്തു. അവരുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ വ്യക്തിപരമായിട്ട് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ VD സതീശൻ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 100-ൽ ഏറെ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ 1 ഡസൻ മന്ത്രിമാര് തോക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം സംഭവിച്ചു. ഒരു മുൻവിധി പോലെ തന്നെ പറഞ്ഞതാണ്, പക്ഷെ അത് സംഭവിക്കുകയും ചെയ്തു. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? VD സതീശൻ ഇത്രമാത്രം റിസൾട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഒരു നേതാവ് എന്നുള്ള രീതിയിലല്ല ഞാൻ നോക്കി കാണുന്നത്. രണ്ടാമത്തെ തവണയും തുടർച്ചയായിട്ട് ഒരു മുന്നണി പരാജയപ്പെടുകയാണ്, തന്റെ പാർട്ടി വീണ് ഉടയുവാണ്. ആ ഒരു സാഹചര്യത്തില് ധീരനായിട്ട് മുമ്പോട്ടേക്ക് വരുവാണ് അദ്ദേഹം. അപ്പോ
വളരെ ആത്മവിശ്വാസം നശിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തകരുടെ, കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങനെ കേഡർ സ്വഭാവമുള്ളവരൊന്നുമല്ല. അവരെ കൃത്യമായിട്ട് ഉത്തേജിപ്പിച്ച് അവർക്ക് മോട്ടിവേഷൻ നൽകി, പിന്നെ ഒരു LDF-ല് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്ര പരുഷമായിട്ട് കോൺഗ്രസിൽ നടക്കില്ല, UDF-ൽ നടക്കില്ല. അവിടെ കുറെ സമവാക്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം, കൃത്യമായിട്ട് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കണം, ആരെയും പിണക്കാൻ പാടില്ല, എന്നാൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, ജാതി മത വർഗീയ ശക്തികളുടെ വിധേയരാവാൻ പാടില്ല. അപ്പോ ഇത് വലിയൊരു ഒരു ഒരു മെയ്വഴക്കം വേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം ബുദ്ധിപരമായിട്ട് ചെയ്തു. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പല നയങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ തീർച്ചയായിട്ടും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടി വേണമല്ലോ, അഭിനന്ദനം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് VD സതീശന്റെ ഗെയിം ആയിരുന്നു. അതിൽ അദ്ദേഹം മാൻ ഓഫ് ദ സീരീസ് തന്നെയായി. എല്ലാ ക്രെഡിറ്റും VD സതീശന് മാത്രം. ഈ CPM-ന്റെ ഒരു പരാജയത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നോക്കിക്കാണുള്ളത്, അല്ലെങ്കിൽ എൽദോയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിരിക്കും ഈ ഒരു പരാജയത്തിന്റെ കാരണം? മാറ്റം അനിവാര്യമാണ്, അതൊക്കെ. കാരണം നമ്മുടെ കേരളത്തിലെ പൊതു സ്വഭാവമാണ് 5 വർഷം ഒരു പാർട്ടി, 5 വർഷം വേറെ പാർട്ടി. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്ക് തന്നെ അവസരം കൊടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കാനായിട്ട്. പക്ഷെ 3.0ക്ക് നിങ്ങൾ വരണ്ട എന്നാണ് നമ്മൾ ജനവിധി എഴുതിയത്. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? ഓക്കെ, ഞാനും വ്യക്തിപരമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു 3ാം പിണറായി സർക്കാർ വരും എന്നാണ്. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അതിന്റെ ഒരു PR നൈസായിട്ട് പാളിപ്പോയിട്ടുണ്ട്. എവിടേക്കോ അല്ലെ? അത് അവര് ഉദ്ദേശിച്ച രീതിയിലല്ല അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വെറുതെ ഒരു ഗവൺമെന്റ് സിസ്റ്റം മാത്രം പോരാ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് പോരാ, ആളുകൾക്ക് അത് ഫീൽ ചെയ്യണം. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ബന്ധം അത് 1ാം പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉടഞ്ഞു പോയതായിട്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൂടിയാണല്ലോ ഞാൻ ഇലക്ഷൻ നിൽക്കാനുള്ള കാരണം. ഞാൻ യുവജന കമ്മീഷനിലേക്ക് അയച്ചു കൂട്ടിയ മെയിലുകൾക്ക് ഒന്നും റിപ്ലൈ വന്നില്ല. ഞാൻ സ്റ്റഡി അബ്രോഡ് സ്കാം ആയിട്ട് ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ അയച്ചു കൂട്ടിയ മെയിലുകൾക്ക് കയ്യും കണക്കുമില്ല. ഈവൻ ഞാൻ സജി ചെറിയാൻ മന്ത്രിനെ പോലും ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും കൃത്യമായിട്ടുള്ള റിപ്ലൈ വന്നില്ല. ഇതിലൊക്കെ ഒരു കെടുകാര്യസ്ഥത തന്നെയല്ലേ? കാരണം ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ആ കംപ്ലൈന്റിന് പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് യുവജന കമ്മീഷനിൽ പോകുന്നത്. യുവജന കമ്മീഷന് ഈ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു സമ്പർക്ക പരിപാടിനെയാണ് അദാലത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കോടതിയിലെ ഹിയറിംഗ് ഒക്കെ പോലെ. അപ്പോ അത്തരത്തില് അദാലത്തുകൾ കേരളത്തിൽ ഓരോ ജില്ലകളിലും വെക്കാനായിട്ട് യുവജന കമ്മീഷന് ഫണ്ട് ഇല്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ യുവജന കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി പറഞ്ഞതാണ്. അത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഇനി അവർക്ക് തിരുത്താം. പക്ഷെ അതിന്റെ ഒരു മിനിറ്റ്സ് കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. ഒരു സിറ്റിംഗ് കഴിഞ്ഞ ശേഷം മാസങ്ങൾ എടുത്തിട്ടാണ് എന്നെ രണ്ടാമത് വിളിക്കുന്നത്. 2 വർഷത്തോളമാണ് ഞാൻ അതിന്റെ പുറകെ കിടന്നത്. 3 ഹിയറിംഗിനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അത് നടത്താൻ അവർക്ക് പൈസയില്ല. ഓക്കെ, പൈസയില്ല. ഈ സെയിം സാഹചര്യത്തില് കല്യാണി പ്രിയദർശനും ബേസിൽ ജോസഫിനും അവാർഡ് നൈറ്റ് വഴി യൂത്ത് ഐക്കൺ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് താരനിശ കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നു. അപ്പോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ബേസിൽ ജോസഫിനോ കല്യാണി പ്രിയദർശനോ ഈ ഒരു അവാർഡ് കിട്ടിയിട്ട് വേണ്ട. അപ്പോ എവിടെ എങ്ങനെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, കൃത്യമായിട്ട് ക്യാപിറ്റൽ അലോക്കേഷൻ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യങ്ങൾ അതിനും പരാജയപ്പെട്ടു. അതിനെയാണ് ക്യാപിറ്റൽ അലോക്കേഷൻ. അതായത് ഒരു കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഫണ്ട് എവിടെ വിനിയോഗിക്കണം എന്നുള്ളത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോ ഞാനിത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് ഹേറ്റ് കമന്റ് വന്നേക്കാം. പക്ഷെ സത്യം നമ്മൾ പറയുക തന്നെ ചെയ്യണം. ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്. ഞാൻ ഇത്രയോ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഞാനത് അഭിമാനത്തോടു കൂടി പറയുന്നു. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.0 തന്നെ 3.0 വന്നു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചപ്പോ ക്യാപ്റ്റൻ എന്ന് തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഞാൻ ഉൾപ്പെടെ വിചാരിച്ചത് വലിയ ഭൂരിപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ വിജയിക്കുമെന്നൊരു മൈൻഡ് തന്നെയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ തുടക്കത്തില് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം UDF പിടിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം പോസ്റ്റൽ വോട്ട് എന്ന് പറയുമ്പോൾ അത് LDF-ന്റെ CPM-ന്റെ കുത്തകയാണ്. നമ്മൾ തുടക്കം മുതൽ ലീഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ പോസ്റ്റൽ വോട്ടിന് നമ്പർ കൂടാനുള്ള കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പോസ്റ്റൽ വോട്ടിംഗ് സമ്പ്രദായം എല്ലാം ഉണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ പോസ്റ്റല് കുറെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അതിനെ കുറച്ചുകൂടി സെൻട്രലൈസ്ഡ് ആക്കി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സാധാരണ വോട്ടിങ്ങിന്റെ എല്ലാ സ്വകാര്യതയും തരുന്ന രീതിയിലേക്ക് ഈ പോസ്റ്റൽ വോട്ടിംഗ് സമ്പ്രദായം മാറി. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് നേരത്തെ
പോസ്റ്റൽ വോട്ടുകൾ ഇപ്പൊ ഞാൻ കേരള പോലീസിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് 2 തവണ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മുടെ ഓഫർ അല്ലെങ്കിൽ നമ്മളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ലെറ്ററോ സബ്മിറ്റ് ചെയ്ത ശേഷം, ഇതെല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ് എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാണ് പോസ്റ്റൽ ബാലറ്റ്. ടിപ്പിക്കൽ സമ്പ്രദായമാണ്. ഇതിൽ ചെറിയ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ എന്നെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയാനുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോ നമുക്കത് സ്വയം ഒരു പെട്ടിക്കകത്ത് കൊണ്ടുപോയി ഇടാം. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഹോം വോട്ടിംഗ് കുറച്ചുകൂടെ ജനകീയമായി. അത് കുറച്ചുകൂടെ വോട്ടിംഗ് സമ്പ്രദായത്തിനെ സ്പീഡപ്പ് ചെയ്യും. കാരണം ഈ വയസ്സായിട്ടുള്ള ഒരാള് ആ ഒരു ദിവസം തന്നെ ടെൻഷൻ അടിച്ച് പോളിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ അന്നേരം അവിടെ ഉണ്ടാകുന്ന സമയനഷ്ടം, അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും വോട്ട് ചെയ്യാൻ ഉണ്ടായെന്ന് വിചാരിക്കുന്നെങ്കിൽ പോലും അതിനെ ഒന്ന് അവർക്കും കൂടി ഒന്ന് അവസരം കൊടുക്കുക. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ വളരെ വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇലക്ഷൻ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതിന്റെ A to Z കാര്യങ്ങൾ കാൻഡിഡേറ്റ് ബുക്ക് നോക്കിയിട്ടും മാനുവൽ നോക്കിയിട്ടും സ്വയം പഠിച്ച ഒരാളാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇതിന്റെ അകത്ത് മൈന്യൂട്ടായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീലിനെ കണ്ട സമയത്ത് കുറേ അധികം പേര് ഇതുപോലും തന്നെ ഫില്ല് ചെയ്യാറില്ല, സ്കൂൾ ഇലക്ഷൻ ആണോ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതിന്റെ ലാഘവം അറിയില്ല. ചെറിയൊരു മിസ്റ്റേക്ക് മതി. അപ്പോ അത് വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു ഹാർട്ട് സർജറി എങ്ങനെയാണോ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത് ആ സീരിയസ്നെസ്സിൽ ചെയ്യേണ്ടതാണ്. അപ്പോ ഞാൻ ഒരു ദൈവവിശ്വാസം ഒന്നും അല്ലെങ്കിലും ഇത് ഫില്ല് ചെയ്ത സാറ് വളരെ പ്രാർത്ഥിച്ച്, ഋഷികേശൻ സാർ പെരുമ്പാവൂരുള്ള അദ്ദേഹം വളരെ പ്രാർത്ഥിച്ച് പേന തുറന്നത്. അപ്പൊ അത്രമാത്രം വലിയൊരു പ്രോസസ്സാണ്. ഈവൻ പെരുമ്പാവൂർ പോലെ അദ്ദേഹം മാത്രമാണ് ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക ഫില്ല് ചെയ്യുള്ളൂ. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങള് പൊതുജനങ്ങൾക്ക് അറിയാത്തുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് പോസ്റ്റൽ ബാലറ്റിൽ വെക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോ പ്രിപ്പയർ ചെയ്യുന്നതിൽ വരെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനത് ഈ കാൻഡിഡേറ്റ് മാനുവലും ബാക്കിയത്തെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. നമുക്ക് ആരും ഇത് പറഞ്ഞു തരണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു ഫോട്ടോയില് പല്ല് കാണിച്ച് ചിരിക്കുന്ന ഫോട്ടോ പറ്റില്ല എന്നാണ്. ഈവൻ പെരുമ്പാവൂർ പോലും 2 കാൻഡിഡേറ്റ്സ് രായ്ക്ക് രാമാനും പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്. ഓക്കെ, നമുക്കിത് പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് നമുക്കത് വളരെ സെൻസിറ്റീവ് ആയിട്ട് ചെയ്തത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ പവറാണ് അത് മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങളായിരിക്കും. പല കാര്യങ്ങൾക്കും നമ്മൾ ലോജിക്ക് അന്വേഷിക്കരുത്. അതിനെന്തെങ്കിലും കൃത്യമായിട്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും യൂണിഫോംഡ് ആയിട്ടിരിക്കണം, അതുകൊണ്ടായിരിക്കാം. അപ്പോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന സേഫ്റ്റി സെക്യൂരിറ്റിയിലൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആണ്. അവര് കൃത്യമായിട്ട് ഇലക്ഷന്റെ എക്സ്പെൻസുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, അത് കുറച്ചുകൂടി ഡിഫറെന്റ് മെത്തേഡിലാണ് ഇലക്ഷൻ എക്സ്പെൻഡിച്ചറുകൾ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ മുകളിൽ കൊടുക്കേണ്ടത്. അത് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. നമ്മളത് കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ FIR ഇട്ട് നമ്മളെ വിളിപ്പിച്ചേക്കാം. അത്രമാത്രം വലിയ ഒരു കാര്യമാണത്. ഇലക്ഷന് നിൽക്കുക എന്നുള്ളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഞാൻ തീർത്ത് പറയട്ടെ. പ്രത്യേകിച്ച് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളത് തന്നെയാണ്. ഈവൻ പഞ്ചായത്തുകളിലേക്കുള്ളത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്, അത്ര വലിയ എക്സ്പെൻസും വരുന്നില്ല. പിന്നെ പാർലമെന്റിലേക്കുള്ളത് വലിയ വലിയ ക്യാൻവാസിലേ നമുക്ക് ചിന്തിക്കാനും പറ്റുള്ളൂ. ഇനിയിപ്പോ അടുത്തതായിട്ട് ഇനിയിപ്പോ പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ VD സതീശനോട് ചോദിച്ചതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിലേക്ക് തന്നെ നമുക്ക് വരാം. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊതുയുഗ യാത്രയുടെ അവസാന വേളയിലാണല്ലോ ഈ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിൽ ഫ്രീ സർവീസ് ആണ് സ്ത്രീകളുടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു നാട്ടില് വർക്കൗട്ട് ആകുമോ? എന്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് ഞാനിപ്പോ ബാംഗ്ലൂര്, തമിഴ്നാട് മുതലായിട്ടുള്ള കർണാടകയിലും ഇത് നടപ്പാക്കാൻ നോക്കിയിട്ടുള്ളതാണല്ലോ. കർണാടക, തമിഴ്നാട് ഇവിടുത്തെ എല്ലാ ബസ്സുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ എല്ലാ ബസ്സുകൾക്കും സൗജന്യ യാത്രയല്ല, കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അവിടുത്തെ ആധാർ കാർഡ് ആയിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പിന്നെ കൃത്യമായിട്ടുള്ള പാസുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായിട്ടുള്ള കാർഡുകൾ
എടുത്തു കഴിഞ്ഞാൽ സീസൺ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അപ്രൂവ്ഡ് ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് സീസൺ ടിക്കറ്റ് എടുക്കുന്ന പോലെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഓടിച്ചെന്നാൽ നമുക്ക് ഫ്രീ ആണ് എന്നല്ല, പക്ഷെ KSRTC കേരളത്തിലെ കാര്യം വരുമ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവും എന്നുള്ളൊരു കാര്യം നോക്കണം. കേരളത്തിലെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് എങ്ങനെയാണ്? നമ്മളൊരു സെമി അർബൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ശക്തമായിട്ടുള്ളത്. ഈ ഏരിയകളിൽ KSRTC ബസ് ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ MC റോഡിൽ ചില സ്ഥലങ്ങളിൽ മണ്ണൂരിന് ശേഷം മൂവാറ്റുപുഴ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു മത്സരമുണ്ട്. ആലുവ റൂട്ടിൽ കുറച്ചൊക്കെ മത്സരമുണ്ട്. അപ്പോ അത്തരത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ തന്നെ പഠിക്കുവാണെങ്കിൽ കൂടുതൽ ആളുകള് KSRTC ബസ്സിന്, കൂടുതൽ സ്ത്രീകൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബസ്സിന്റെ ആളുകളുടെ എണ്ണം, അവരുടെ വരുമാനം ഇതൊക്കെ കുറയും. അത് കുറയും. അതുപോലെ തന്നെ KSRTC ബസ്സിനും ഇതൊരു ബാധകമാവില്ലേ? തീർച്ചയായിട്ടും. KSRTC അല്ലെങ്കിൽ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആണല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ഫ്രീ സർവീസ് ആയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ടീഷൻസ് അപ്ലൈ ആയിരിക്കും. കണ്ടീഷൻസിന്റെ അപ്ലൈയുടെ പുറത്താണല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇവിടെ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. യാതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രഖ്യാപിച്ചിട്ട് പോയി. അതിപ്പോ ഇനിയിപ്പോ എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. പക്ഷേ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. തുടക്കത്തിൽ കണ്ടീഷൻസിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതും ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എന്താണെങ്കിൽ പ്രതിപക്ഷം ആയിട്ടുള്ളവർ ഒരു ചോദ്യം ചെയ്യാൻ ചാൻസ് വളരെ അല്ല, തീർച്ചയായിട്ടും പ്രതിപക്ഷം ചോദ്യം ചെയ്യണമല്ലോ. മെച്ചപ്പെട്ട പ്രതിപക്ഷം വരുമ്പോ, കുന്തമുനയുള്ള പ്രതിപക്ഷം വരുമ്പോ മാത്രമാണ് ഭരണപക്ഷത്തിന് കൃത്യമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിപ്പോ ഭരണപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല നടത്തിയെടുക്കുക എന്നുള്ളത്, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ പ്രതിപക്ഷം കൃത്യമായിട്ട് പ്രതികരിക്കണം. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും പ്രതികരിക്കണം. ഓക്കെ, എല്ലാവരും ഭരണം കിട്ടി, എല്ലാ സന്തോഷത്തിലാണ് എന്ന് വെച്ച് ഒരിക്കലും ആലസ്യത്തിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഈ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമ്മൾ ഈ നാടൻ കളിയിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ജയിച്ച ടീമാണ് ബാറ്റ് ചെയ്യേണ്ടത്. വൺസ് നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ തീർന്നു. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്കാണ് എപ്പോഴും ജയിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഭരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അടുത്ത തവണത്തേക്കുള്ള ഭരണം കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ LDF ഇനിയിപ്പോ ഇന്ന് തൊട്ട് പണി തുടങ്ങിയിട്ടുള്ളത് അടുത്ത തവണത്തെ ഇലക്ഷന് 31 ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് LDFന് ഈ അവസരം കൊടുക്കണോ അതോ UDF തന്നെ റിട്ടേൺ ചെയ്യണോ? വീണ്ടും കോൺഗ്രസിന് തന്നെ 72-ലധികം സീറ്റുകൾ വിജയിച്ച് മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിന് മാത്രമായിട്ട് വരണോ? ഇതൊക്കെ VD സതീശന്റെ കയ്യിലാണ്. അപ്പോ ഈ തീരുമാനത്തിന്റെ കയ്യിലാണ്. ഒരു വലിയ വെല്ലുവിളി തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രഖ്യാപിച്ചിട്ട് പോയി. ഇലക്ഷന് പല വാഗ്ദാനങ്ങളും പലരും പ്രഖ്യാപിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തില് അത് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് 5 വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. പക്ഷെ ഈ 5ലും ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KSRTCയുടെ കാര്യമാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ മുഖ്യമന്ത്രി ആരായാലും ഇപ്പൊ VD സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും KC വേണുഗോപാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, ഇവർ ആരായാലും ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി ശരിക്കും പറഞ്ഞാൽ ഈ KSRTCയുടെ കാര്യം തന്നെ ആയിരിക്കില്ലേ? KSRTCയുടെ കാര്യത്തിലല്ല, പെൻഷന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്. ബാക്കി പിന്നെ പലിശരഹിത വായ്പ യുവാക്കൾക്ക് പലിശരഹിത വായ്പ, അങ്ങനെ എല്ലാ കാര്യത്തിനും ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ്. നമ്മൾ എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ജനങ്ങൾക്ക് ഇൻജെക്ഷൻസ് ടു ദ എക്കണോമി എന്ന് പറയും. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് പെൻഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ അഡീഷണൽ ബോണസുകൾ കൊടുക്കുക, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ പോലെ പുറത്തുനിന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിൽ ശരിക്കും പറഞ്ഞ ഗവൺമെന്റിന് ഭാരമാണ്. നമ്മളിതെല്ലാം കൊടുക്കാം. ഞാനതൊരു മോശമായിട്ട് പറയുന്നല്ല. കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻസ് ടു ദ എക്കോണമി എന്നുള്ളത് പലപ്പോഴും പലർക്കും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് വെൽഫെയർ കൊണ്ടുവരിക എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മൾ എക്കണോമിക് ഗ്രോത്തിനും കൂടിയിട്ട് പ്രാധാന്യം നൽകണം. അതായത് ഇവിടെ ഇൻഡസ്ട്രീസ് വരുവാണ്, ഇവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ GDP കേരളത്തിന്റെ കൂടുവാണ് എങ്കിൽ, കേരളത്തിന് കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ട് ഇവിടെ നിന്ന് തന്നെ റൈസ് ചെയ്യാൻ പറ്റുവാണ് എങ്കിൽ, ഒരു സർപ്ലസ് ഇപ്പോ നമ്മുടെ കമ്മി ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് നിന്ന സമയത്ത് കൃത്യമായിട്ടൊരു സർപ്ലസ് ബഡ്ജറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുവാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ ക്രോഡീകരിക്കാൻ പറ്റുവാണെങ്കിൽ, അതിനെ ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. കൃത്യമായിട്ട് ക്രോഡീകരിക്കാൻ പറ്റുവാണ് എങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ്. പോസിബിൾ അല്ലാത്തൊരു കാര്യമില്ല. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇറ്റ്സ് ഓൾ അപ് ടു ഫൈനാൻസ് മിനിസ്റ്റർ ആസ് വെൽ. ഞാനൊരു സംസ്ഥാനത്തിന്റെ എല്ലാ വികസനത്തിന്റെയും ഹാർട്ട് എന്ന് വിളിക്കുന്നത് ആ സ്ഥലത്തെ ഫൈനാൻസ് മിനിസ്റ്ററിയാണ്. ഇനിയിപ്പോ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് ഞാൻ ഒരു ഫൈനാൻസ് ഗുരുനാഥൻ അല്ലെങ്കിൽ എക്കണോമിക്സ് ഗുരുനാഥൻ എന്ന് കാണുന്ന CP ജോൺ സാറ് തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച് സയൻസ് സ്ട്രീം എടുത്ത് ഇരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്.
അപ്പൊ ആ സമയത്ത് ഈ CP സാറിന്റെ ഒരു പ്രസംഗം കേൾക്കുകയും ഒരു പ്രഭാഷണം കേൾക്കുകയും എന്താ സ്ട്രൈക്ക് ചെയ്തത്? അല്ല, എനിക്ക് എക്കണോമിക്സിനെ എത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും, ഫൈനാൻസ് എക്കണോമിക്സ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ പൊളിറ്റിക്സോട് ചേർന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ഫൈനാൻസിന്റെ അവസ്ഥ എന്താണ്, സ്വാതന്ത്ര്യം മുതൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതൊരു ചതുരംഗത്തിലെ കരിക്കിള് നീക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോ ഞാൻ നേരെ പോയിട്ട് കൊമേഴ്സ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാനൊരു കൊമേഴ്സ് അധ്യാപകനായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഞാൻ കോളേജ് പഠിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ബഡ്ജറ്റിനെ കീറി മുറിച്ച് പഠിക്കുന്നതും അതിന്റെ അനന്ത സാധ്യതകളെ പറ്റി സംസാരിക്കുന്നതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങളിലും. അപ്പോൾ അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് ഈ ക്യാപിറ്റൽ അലോക്കേഷൻ പോസിബിൾ ആണ്. ഈ പല ടെക്നിക്കൽ വാക്കുകളും സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല, അത്രമാത്രം ഒന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ വിത്തെടുത്ത് കുത്തരുത്, അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ആദ്യം തന്നെ അത് മുളയായിട്ട് വരട്ടെ, എന്നിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം എന്നുള്ളൊരു നയം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരേ സമയം തന്നെ വെൽഫെയർ സ്റ്റേറ്റിന് നമുക്ക് പ്രാധാന്യം കൊടുക്കണം. അതേസമയം തന്നെ ഇവിടെ കൃത്യമായിട്ട് GDP-യിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പൊ ഈ പലിശരഹിത വായ്പ എന്നുള്ള ആ ഒരു പോസിബിലിറ്റി എക്കണോമിക്സിന്റെ രീതിയിൽ ഇപ്പൊ നമുക്ക് തുടക്കത്തില്, അതായത് ഇപ്പൊ നമുക്കറിയാം ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഖജനാവില് 4000 കോടിയിലേറെ ഉണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 4000 കോടിയിലേറെ ഉണ്ട്, അതിനേക്കാൾ ഇരട്ടി കേരളത്തിന് കടമില്ലേ? 4000 കോടി എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. കേരളം പോലെ ഒരു സ്റ്റേറ്റില് 4000 കോടി എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുന്ന പോലെയാണ്. ഓക്കെ, വാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത്രയും പൈസ ഉണ്ടല്ലോ എന്നൊന്നും സന്തോഷിക്കാനുള്ള നിവൃത്തിയില്ല. കാരണം കടമുണ്ട്. ഈ വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞാൽ, അതായത് പലിശയാണ് ഒരു വായ്പയുടെ കൊടുത്തതിന്റെ റിട്ടേൺ ആയിട്ട് ഗവൺമെന്റിന് കിട്ടേണ്ടിയിരിക്കുന്ന ലാഭം. ഓക്കെ, ലാഭം, അതിനൊന്ന് ഇൻവെർട്ടഡ് കോമയിലിട്ടോ. ഇതൊരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1000 രൂപയാണ് ഗവൺമെന്റിന് ഇത്തരത്തിൽ റിട്ടേൺ കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷെ ഈ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് എങ്കിൽ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് കൂടുതൽ പൈസ വരും. ഈ 1000 രൂപ റിട്ടേൺ കിട്ടേണ്ടതിന് പകരമായിട്ട് ഗവൺമെന്റിലേക്ക് കറങ്ങി തിരിഞ്ഞ് ഒരു നെറ്റ് റിസൾട്ട് ആയിട്ട് ചിലപ്പോൾ ഒരു 5000 രൂപയുടെ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്റ്റേണാലിറ്റീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ബിസിനസ് സംരംഭം വളർന്നു വന്നു കഴിയുമ്പോൾ അതിന് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാർ ഷോറൂം ഒരു സ്ഥലത്ത് പണിയാണ്. കാർ ഷോറൂം പണിതു. ആദ്യം തന്നെ ആ കാർ ഷോറൂമിലേക്കുള്ള ഒരു വഴി നന്നാക്കുന്നു. അവിടെ അടുത്ത് 2 പെട്ടിക്കടകൾ വരുന്നു. ആ പെട്ടിക്കടക്കാരന് ജോലി കിട്ടുന്നു. അവിടെ കുറച്ചുകൂടെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അവിടെ വെളിച്ചം വരുന്നു. മൊത്തത്തിലൊരു അനക്കം വരുന്നു. അതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. ഇനി അവിടെ ഒരു ഫാക്ടറി വന്ന് അവിടെ നിന്ന് പുക എമിഷൻ വന്നു, അല്ലെങ്കിൽ വെള്ളം മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പലിശരഹിത വായ്പ എന്ന് പറയുന്നത്. അപ്പോ അത് ഏതൊക്കെ ലെവലിലായിരിക്കും അതിന്റെ കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ തുടക്ക സമയത്ത് എന്താണെങ്കിലും ഈ ഒരു വായ്പ നമുക്കങ്ങനെ പലിശരഹിത വായ്പ കൊടുക്കാനായിട്ട് കുറച്ച് ചലഞ്ചസ് അല്ലേ തുടക്കത്തിന്റെ സമയത്ത്? അതായത് ഇപ്പൊ കയറി വന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് 1-2 വർഷം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചിലപ്പോൾ മിക്കവാറും ഇതൊന്ന് പോസിബിലിറ്റി ആവുള്ളൂ. ഈ തുടക്കത്തിൽ തന്നെ, അതായത് UDF ഇപ്പൊ കയറി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ആദ്യത്തെ നാളുകളിൽ തന്നെ ഇതൊരു ചലഞ്ചസ് ആയിരിക്കുമോ? ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ് ഇതിന്റെ അകത്ത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ഇതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എത്ര എമൗണ്ട് വരെ നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും, ഈ ഫണ്ട് ഇവിടെ മാറ്റി വെക്കുന്ന അതേ സമയത്ത് തന്നെ ബാക്കി ഏതൊക്കെ അധിക ചെലവുകൾ. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന് കൃത്യമായിട്ടുള്ള ദൂർത്തുണ്ടായിരുന്നു. അത് തുറന്നു പറയാൻ ഒരു മടിയില്ല, ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ദൂരത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പണം ഇത്തരത്തിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോ എനിക്കൊരു 10 കാറിന്റെ അകമ്പടി വേണ്ട, എന്റെ കാറിൽ മാത്രം പോകാന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കാറ് നമുക്ക് വലിയൊരു വിഷയം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? ഇപ്പത്തെ ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രി അതേ രീതി തന്നെ പിന്തുടരുവാണ് എങ്കിൽ ഒരിക്കലും അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ജനങ്ങൾ വീണ്ടും നിരാശപ്പെടുകയാണ്. ഒരു മാറ്റം ജനങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ മാറ്റിയത്. അനാവശ്യമായ ദൂർത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിനും പല ഉപകരണങ്ങളും കിട്ടാത്തൊരു ടൈം കൂടിയാണ്. ആർഭാടമായിട്ടുള്ള കാറ് പിന്നെ ബുക്ക് ചെയ്ത് വലിയൊരു കോൺട്രവേഴ്സിയും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് UDF കൊണ്ടുവരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. തീർച്ചയായിട്ടും വിശ്വസിച്ചേ പറ്റൂ. അതിന്റെ എല്ലാ ബാധ്യതയും ഉത്തരവാദിത്വവും UDF-ന് ഉണ്ട്. അപ്പോ പഴയ പോലെ അല്ല, ആളുകളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ കഴിഞ്ഞ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ 18 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയതല്ലോ, അതായത് ഭരണം മാറിപ്പോയത്. ഇപ്പോൾ ഈ ഒരു പെൻഷന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ആ ഒരു പെൻഷന്റെ കണക്കും കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് 18 മാസത്തെ കുടിശ്ശിക വെച്ച് പോയ ഒരു സർക്കാർ എങ്ങനെയാണ് അതായത് പെൻഷൻ 3000 വർദ്ധിപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത് കറക്റ്റ് കൊടുക്കാൻ പറ്റുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് കുറച്ച് ലളിതമായിട്ട് അതിലൊരു മറുപടി പറയാൻ പറ്റുമോ? കാശുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ കാശ് ഉണ്ടെങ്കിലാണ് പൈസ കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൂച്ച പറ്റിയിരിക്കുകയാണെങ്കിൽ പറ്റില്ല. ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കണം. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ആവശ്യം വന്നു, ഒരു 10,000 രൂപ, എനിക്ക് മാസം 50,000 രൂപയാണ് ശമ്പളം ഉള്ളത്, എനിക്ക് ഈ മാസം 10,000 രൂപ എന്റെ സുഹൃത്തിന് കൊടുക്കണം. ഓക്കെ, പക്ഷെ എന്റെ എല്ലാ ചെലവും കൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് 49,000 രൂപ എന്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും എക്സ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി എന്റെ 1,000 രൂപ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒന്നെങ്കിൽ എന്റെ 49,000 രൂപയുടെ എക്സ്പെൻസിനെ ഞാൻ 40,000 ചുരുക്കണം, കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഒരു 10,000 20,000 ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. അപ്പോ ശരിക്കും ഞാൻ ഒരു 60,000 രൂപ ഉണ്ടാക്കുന്നതാണ് ശരിക്കും 40,000 രൂപയിലേക്ക് എന്റെ ചെലവ് ചുരുക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും. ഇതാണ് നായിക സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഫണ്ട് ഇല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തണം, അതിനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. അപ്പോ അത് മാത്രമേ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. കടം മേടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ബെറ്റർ സൊല്യൂഷൻ ആയിട്ട് പറ്റില്ല. വലിയൊരു കടത്തിലേക്ക് നമ്മൾ പോകുമല്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഗൾഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. ഈ ഗൾഫിൽ നടക്കുന്ന യുദ്ധം കൃത്യമായിട്ട് അത് ഗൾഫിൽ നടക്കുന്നത് കൊണ്ടല്ല ഇമ്പാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഒരു ഇന്റർനാഷണൽ എക്കോണമിയിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈക്ക് ഉണ്ടല്ലോ, അതിനതിന് കൂടുതലായിട്ടും സ്വാധീനിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ തുടക്കകാലത്ത് യുദ്ധം വരാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അമ്പലത്തിൽ വെടിക്കെട്ട് വരെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആവേശത്തിൽ കണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളി കാണുന്ന ആവേശത്തിൽ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി വിമർശിച്ചു കഴിയുമ്പോൾ, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വിമർശിച്ചു കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ നിന്ന് മലയാളത്തിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് മണ്ട എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ലോകം ഇന്ന് ഒരു കൊടക്കീഴിലാണ്. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 92-ന് ശേഷം ഇന്ത്യയും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ചിന്തകളും ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ ഈ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ബാധകമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള കേരള എക്കോണമിയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാമ്പത്തിക വകുപ്പ് ആണ് നമ്മൾക്ക് എങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആളുകളെല്ലാവരും തന്നെ ഇന്റർനാഷണലി പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പൊ ഒരു ഇന്റർനാഷണൽ മലയാളി ഡയസ്പൊരനെ, ഒരു മലയാളി കമ്മ്യൂണിറ്റീനെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരെല്ലാം കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും തന്നെ എന്റെ ഇലക്ഷന് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് UK നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഗൾഫിലൊക്കെ ഉള്ള മലയാളികളാണ്. അവർക്ക് ഒരിക്കലും ഇവിടെ തിരിച്ചു വരാൻ പാകത്തിന് ആ ലെവലിലേക്കാണ് നമ്മൾ നമ്മളുടെ എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ അത്രമാത്രം വലിയൊരു പ്രഷറാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ യുവാക്കൾ ഭൂരിഭാഗവും ഇപ്പൊ പുറത്തേക്ക്, ആ പുറത്തു പോയ യുവാക്കളെ നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ, അല്ല ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഇപ്പൊ യുവതലമുറ ഭൂരിഭാഗവും ലയൺ ഷെയറും പുറത്താണ്. പുറത്തേക്ക് പോവാത്തവരും പുറത്തേക്ക് പോവാൻ ആലോചിക്കുന്നവരുമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടായിരിക്കും. സിമ്പിൾ കാര്യം, നമുക്കിവിടെ എല്ലാവരും നല്ലോണം പഠിച്ചവരാണ്. ഇപ്പൊ ഞങ്ങൾ പെരുമ്പാവൂരിന്റെ കാര്യം തന്നെ എടുക്കാം. പെരുമ്പാവൂരിൽ ഒരു ശരാശരി ആള് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി കലാലയങ്ങളുണ്ട്. ഇപ്പൊ പെരുമ്പാവൂരിന് എത്ര കോളേജുകൾ, എല്ലാവരും മിനിമം എല്ലാവരും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഗ്രാജുവേറ്റ്സ് ആണ്. +2 ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ റെയറാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെരുമ്പാവൂരിലുള്ള എക്കോണമി പഠിക്കാം. പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതലുള്ളത് പ്ലൈവുഡ് കമ്പനികളാണ്. ഞാൻ പോവോ പ്ലൈവുഡ് കമ്പനി പണിയെടുക്കാൻ? നിങ്ങൾ പോവോ? ആരും പോവില്ല. കാരണം 1,500 രൂപ നമുക്ക് ശമ്പളം കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇൻഡസ്ട്രീസ് തീർച്ചയായിട്ടും ഇവിടെ തടി വ്യവസായം ആവശ്യമാണ്, ഇല്ല എന്നല്ല. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടില് ജീവിച്ച് വളർന്ന ആളുകൾക്ക് അവർ പഠിച്ച സബ്ജക്ട്സിൽ കൃത്യമായിട്ട് ഇവിടെ ജോലി ഉറപ്പാക്കാൻ പറ്റണം. അതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ വിഭവത്തെ കൃത്യസ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഡോക്ടറായിട്ട് ഒരു നാട്ടിൽ എല്ലാവരും ഡോക്ടർ ആണെങ്കിൽ ഒരു ജോബ് മാർക്കറ്റിൽ ഒരു കാര്യമില്ല. എല്ലാവരും എഞ്ചിനീയർ ആയെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ കേരളത്തിലെ യുവാക്കൾ കൂടുതലും പുറത്തേക്ക് പോകാനുള്ള കാരണം ഒരു 10-15-18 വർഷം മുമ്പ് നമ്മുടെ നാട്ടില് കൂണുപോലെ മുളച്ചു വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി
ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് പഠിച്ചിറങ്ങി. പക്ഷെ അവർക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു. ആ ഒരു ഇക്വേഷനിൽ നമുക്ക് കേരളത്തിൽ അതിന് ആനുപാതികമായിട്ട് വളരാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതായത് ഈ കഴിഞ്ഞ 20 വർഷത്തെ സർക്കാരുകളുടെ പ്രവർത്തന മുരടിപ്പാണ് അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലായ്മയാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പുറത്തേക്ക് പോകാനുള്ള കാരണം. അവരെ കൂടി ഇവിടെ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രകൃതിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം വരണം. കാരണം ഒരേ സമയം തന്നെ നമ്മൾ പ്രകൃതി നോക്കണം, ഇല്ലേ ഒരു കാര്യമില്ല.